സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ആയിട്ടാണ് കൂടിയത്. അതൊരു 16 സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നാളെ കോടതിയിൽ വരുന്ന വിഷയമായ രജിസ്ട്രാറിന്റെ സസ്പെൻഷന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആണ് അത് കൊടുക്കേണ്ടത്. അതിന്റെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടിയത്. അപ്പൊ അവിടെ കൂടിയപ്പം അവർ പറഞ്ഞു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിംഗ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള VC കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർക്ക് അതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. പക്ഷെ അവിടെ വെച്ച് അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. അവർ അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ് അത് ഡിസോൾവ് ചെയ്ത് ചെയർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സസ്പെൻഷൻ റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേയില്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നേരത്തെയുള്ള സസ്പെൻഷൻ റിവോക്ക് ചെയ്യാൻ കഴിയുമോ സിൻഡിക്കേറ്റിന്? കഴിയില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അത് കാരണം ഈ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ പുറത്തോട്ട് വന്നത്. അജണ്ട ഐറ്റത്തിന്റെ ട്രൂ ഒരു വളരെ വയലേഷനാണ് ഇത് കാണിക്കുന്നത്. അജണ്ട പൂർത്തീകരിച്ചില്ല. അജണ്ട എന്ന് പറയുന്ന നാളത്തെ കൊടുക്കുന്ന സത്യവാങ്മൂലം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇല്ല അതിലോട്ട് ചർച്ച പോകാതിരിക്കാൻ വേറെ ചർച്ച മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. അത് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. VC ഒരു വഴിക്കും യൂണിവേഴ്സിറ്റി വേറൊരു രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC ആണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷനെ സപ്പോർട്ട് ചെയ്യാനേ VCക്ക് പറ്റുള്ളൂ. പക്ഷേ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് VC ആണ്. ആ VC ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്നത് നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയാ അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നുള്ളൂ. അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് കോടതിയിലുള്ള വിഷയമാണ്. അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത്. അത് ടോട്ടൽ സബ്ജുഡീസ് ആണ്. അത് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ് പലരുണ്ട്. കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡിംഗ് കൌൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വിസിയുടേതായിട്ട് ഒരു അംഗീകരിക്കാൻ പറ്റില്ല. അല്ല അത് ഓൾറെഡി സ്റ്റാൻഡിംഗ് കൌൺസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തന്നിട്ടുണ്ട്. അതാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചത്. അത് കൊടുക്കും. അത് സിൻഡിക്കേറ്റിന്റെ വഴി കൊടുക്കും. അതെ. ആകില്ല തീർച്ചയായിട്ടും. കാരണം സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ഡിപ്ലോയ് ചെയ്യുന്നത് സിൻഡിക്കേറ്റ് ആണ്. ഇനിയിപ്പം VC വേറൊരു സീനിയർ അഡ്വക്കേറ്റിനെ വെച്ചായിരിക്കും കൊടുക്കുന്നത്. സർവകലാശാല എന്ന് പറയുമ്പോൾ VC ആണെന്ന് പറയും, സിൻഡിക്കേറ്റ് ആണെന്ന് പറയും. അവിടെ അറിയില്ല. അത് കോടതി ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. തീരുമാനത്തിലേക്ക് എത്തുന്നു. ഭൂരിപക്ഷം വെച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തി. അതാണ് അവർ കോടതിയിൽ അറിയിച്ചാൽ അതിന് നിയമപരാധമുണ്ടോ? ഇനിയിപ്പോ അത് സിൻഡിക്കേറ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സിൻഡിക്കേറ്റ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. അത് ഡിസോൾവ് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവര് ചില മെമ്പേഴ്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നടക്കുന്നത് സിൻഡിക്കേറ്റ് ആണെന്ന് നിങ്ങൾ പറയരുത്. അത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നിയമസാധുതയില്ല.
ഓക്കെ, VC സിസ തോമസിന്റെ വിശദീകരണമാണ് കേട്ടത്. സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിടുകയായിരുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല. അത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ ഘട്ടത്തിൽ കഴിയില്ല. അത് ഡിസോൾവ് ചെയ്ത് ഇറങ്ങി വരികയാണ് ചെയ്തത്. സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിട്ടു എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ സിസ തോമസ് നൽകിയത്. നേരത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ളതായിരുന്നു. അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റി അടക്കം നിയോഗിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പ്രതികരണം വരുമ്പോൾ സിസ തോമസിന്റെ VCയുടെ പ്രതികരണം വരുമ്പോൾ പറയുന്നത് ആ വിഷയം സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതിൽ അക്കാര്യത്തിലേക്ക് കടക്കാൻ തയ്യാറായിരുന്നില്ല. ആ വിഷയം വരുന്ന സമയത്താണ് അത് ഡിസോൾവ് ചെയ്ത് താൻ ഇറങ്ങി വരികയാണ് ചെയ്തത്. ആ യോഗം, ആ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ട് ഇറങ്ങി വരികയാണ് ചെയ്തതെന്നുള്ള വിശദീകരണമാണ് സിസ തോമസ് നൽകിയത്. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല, സിൻഡിക്കേറ്റ് അംഗങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സിസ തോമസ് പറയുന്നത്.